പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിന് നൽകിയ കണക്കുകളിൽ വൻ പിഴവുണ്ടെന്നും അത് വിവാദമായതും നമുക്കറിയാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസമായി ഈ വിവാദം തന്നെയാണ് നടക്കുന്നത്. വിവാദം കൊണ്ടുവന്നവർ, ആ വിഷയം ചാനലിലൂടെ കൊണ്ടുവന്നവർ തന്നെ പ്ലേറ്റ് മാറ്റിയിട്ട് മറ്റാരുടെയൊക്കെയോ ഫോൺ വിളിയുടെയും സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് അവരങ്ങനെയല്ല ഇങ്ങനെയാണ് അതാണെന്ന് പറഞ്ഞ് മാറ്റി തിരിച്ചൊക്കെ പറയുന്നുണ്ട്. പോട്ടെ, നമ്മൾ ആ വിഷയത്തിലോട്ട് കടക്കുന്നില്ല. എന്തായാലും ആ ഒരു വിഷയം സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലം എനിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള 1-2 പോയിന്റാണ്. അതായത് ഈ കണക്ക് തയ്യാറാക്കാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് എന്തുകൊണ്ട് ഇത്രയും കാലം എടുത്തു? മുണ്ടക്കൈ ചൂരൽമല അപകടം നടന്നതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഭരണയന്ത്രങ്ങൾ ചലിക്കേണ്ടതായിരുന്നില്ലേ? മുഖ്യമന്ത്രി ആ ഭരണയന്ത്രങ്ങളെ ചലിപ്പിക്കേണ്ടതായിരുന്നില്ലേ? റവന്യൂ വകുപ്പ് മന്ത്രി ആ ഭരണയന്ത്രങ്ങളെ ചലിപ്പിക്കേണ്ടതായിരുന്നില്ലേ? ഉടൻ തന്നെ ഒരു വശത്ത് ഈ മുണ്ടക്കൈ അവിടെ നടന്ന പ്രകൃതി ദുരന്തം നടന്ന പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കണക്കുകളും അതിൻ്റെ ചെലവുകളും മറ്റൊരു സ്ഥലത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കേണ്ടായിരുന്നോ? കാരണം എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഈ ചൂരൽമലയിൽ പോയി ചെന്ന് നടന്ന് പണിയേണ്ട കാര്യമല്ലല്ലോ. ഓഫീസറിന് ജോലി ചെയ്ത ആൾക്കാരുണ്ട്, IAS ഓഫീസർമാരുണ്ട്. അവരെ അതിനെ ചുമതലപ്പെടുത്തിയിട്ട് അതിനെ ഇടയ്ക്കിടയ്ക്ക് കോർഡിനേറ്റ് ചെയ്ത് അതിനെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കേണ്ടായിരുന്നു. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുമെന്നുള്ള വിവരം കിട്ടിയപ്പോഴെങ്കിലും നമ്മുടെ ഭരണകൂടം വളരെ സടകുടഞ്ഞ് സജീവമാകണമായിരുന്നു. പ്രധാനമന്ത്രി ഈ മുണ്ടക്കൈ ചൂരൽമല സന്ദർശിച്ച് തിരിച്ച് വിമാനം കയറുന്നതിന് മുമ്പ് ഈ കണക്കുകൾ കേരള സർക്കാരിൻ്റെ ആവശ്യം ഇതാണ്. ഞങ്ങളുടെ ആദ്യ പഠനത്തിൽ നിന്നും ആദ്യ ശ്രമത്തിൽ നിന്നും ഞങ്ങളുടെ മെമ്മോറാണ്ടം, ഫസ്റ്റ് മെമ്മോറാണ്ടം ഇതാണ് എന്ന് പറഞ്ഞ് കൊടുക്കണമായിരുന്നു. അവിടെയാണ് ഒരു സർക്കാർ യന്ത്രം ഇത്ര പെട്ടെന്ന് ഇത്ര സജീവമായി പ്രവർത്തിച്ചല്ലോ എന്ന് ഒരുപക്ഷെ നരേന്ദ്രമോദി പോലും അന്തം വിട്ടു പോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഗവൺമെന്റിനെ കുറിച്ചുള്ള കേരളത്തിലെ ജനങ്ങളുടെയും പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെയും ഒരു വിലയിരുത്തൽ വല്ലാത്ത രീതിയിൽ മാറുമായിരുന്നു. എന്തുകൊണ്ട് അത് ചെയ്തില്ല? അപ്പോൾ എന്താണ് നിങ്ങൾ ഈ ഭരണകൂടം എന്താണ് ഇങ്ങനെ മെല്ലെ പോകുന്നത്? ഇപ്പോൾ മാസങ്ങൾ പലത് കഴിഞ്ഞിരിക്കുന്നു. മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രധാനമന്ത്രി തിരിച്ചുവിടുന്ന വിമാനം കയറുന്നതിന് മുമ്പ് ഫസ്റ്റ് മെമ്മോറാണ്ടം, സെക്കൻഡ് മെമ്മോറാണ്ടം നിങ്ങൾ പിന്നെ കൊടുക്കാം, കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ടുള്ള പിന്നെ കൊടുക്കാം. പക്ഷെ ഫസ്റ്റ് മെമ്മോറാണ്ടം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഈ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ആ ഫസ്റ്റ് മെമ്മോറാണ്ടം കൊടുത്തു എന്നത് വല്ലാത്തൊരു പിന്നെ എന്താ പറയാ, സർക്കാരിന്റെ ഒരു പ്രതിച്ഛായയ്ക്ക് ഒരു വലിയ ഗുണം ഉണ്ടാക്കിയേനെ. ചെയ്തില്ല, ആ അവസരം കളഞ്ഞു. പിന്നെ ഈ മാസങ്ങൾ എടുത്തിട്ട് ഒരു കണക്ക് കൊണ്ടുവന്നപ്പോൾ ആ കണക്കിലും വല്ലാതെ പിഴവ്, പിന്നെ മൊത്തം അത് വിവാദമായിരിക്കുന്നു, ചർച്ചയായിരിക്കുന്നു. ഒരു കാര്യം പോലും, ഒരു നല്ല പദ്ധതി പോലും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ അതിൽ തന്നെ ഈ പദ്ധതിക്കകത്ത് തന്നെ കയറ്റി വെച്ചിട്ട് വിവാദം സൃഷ്ടിച്ചിട്ട് അതിനെ കുളമാക്കുന്ന ഒരു രീതിയാണ് ഈ സർക്കാരിനുള്ളത്. അത് മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാധ്യമങ്ങൾ അതിനകത്ത് കുഴപ്പങ്ങൾ കണ്ടെത്തി അത് ചർച്ചയാക്കും. അത് മാധ്യമങ്ങളുടെ സ്വഭാവമാണ്, മാധ്യമങ്ങളുടെ രീതിയാണ്. മാധ്യമങ്ങൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. അത് മാധ്യമങ്ങൾ ചെയ്തു കളഞ്ഞു എന്ന് പറയരുത്. പക്ഷേ അതിനുള്ള പഴുത് നിങ്ങൾ ഇടരുത്, ഗവൺമെന്റ് ഇടരുത് എന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ അത്ര സെൻസിറ്റീവ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ പഴുതിടാൻ പാടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മുൻ മേധാവിയായ KG താര പറഞ്ഞ 2 പോയിന്റ് ഉണ്ട് പ്രധാനം. അതാണ് ഞാൻ അവസാനം നിങ്ങളോട് ഞാൻ നിർത്താൻ പോകുന്നത്. പറഞ്ഞത്, നമ്മൾ ഈ പെരുപ്പിച്ച് കാണിച്ച കണക്കെന്ന് പറയുന്നത് വരാൻ പോകുന്ന കണക്കാണ്, പ്രതീക്ഷിക്കുന്ന കണക്കാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന കണക്ക് ചിലപ്പോൾ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ ന്യായീകരണം. അപ്പോൾ അത് KG താര പറയുന്നത് ശരി, അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ അത് ഒരു പ്രത്യേക പാക്കേജ് ആക്കി നമ്മുടെ മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുത്തണമായിരുന്നു. നമുക്ക് റിയൽ ചെലവായ കണക്ക് ഒരു കണക്കായിട്ടും ഇനി പ്രതീക്ഷിക്കുന്ന കണക്ക് ഇത്രയാണെന്ന് പറഞ്ഞാൽ അതൊരു പ്രതീക്ഷിക്കുന്ന കണക്ക് ഒരു പ്രത്യേക പാക്കേജ് ആക്കി മാറ്റി പിന്നെ അവതരിപ്പിക്കണമായിരുന്നു. അതായിരുന്നു മെമ്മോറാണ്ടത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. അതും ചെയ്തിട്ടില്ല. അപ്പോൾ പൊതുവിൽ ഒരു സർക്കാർ
കൃത്യമായിട്ട് ഒരു നാട്ടിൽ വലിയൊരു ഒരു ദുരന്തം നടക്കുമ്പോൾ ആ ദുരന്തത്തിൻ്റെ നാട്ടുകാർ മുഴുവനും ചെന്നിട്ട് അവരുടെ സേവന പ്രവർത്തനമായിട്ട് ഭക്ഷണവും വണ്ടിയും വസ്ത്രവും എല്ലാം കൊണ്ടു കൊടുത്ത് സേവന പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ നോക്കി നിന്നിട്ട് അവിടെയൊക്കെ കയറി ഇറങ്ങി നടന്ന് ഞങ്ങളാണ് സർക്കാരാണ് ചെയ്യുന്നത് കാണിക്കുക എന്നുള്ളതല്ലാതെ സർക്കാരിന് കുറച്ച് പണമൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഇത്രയൊക്കെ വരുമ്പോൾ പട്ടാളം വരണം, പട്ടാളത്തിന് വരേണ്ട ചിലവ് കൊടുക്കണം, ഹെലികോപ്റ്റർ വരണം, അതിന് ചിലവ് കൊടുക്കണം, ഓക്കെ, അതെല്ലാം ശരി, അതെല്ലാം സംഭവിച്ചു. പക്ഷേ ഈ ജനങ്ങൾ കൊടുത്ത സംഭാവന കൊടുത്ത പിന്നെ വണ്ടികളും അവര് പെട്രോൾ അടിച്ച് അവർ വന്ന് ചെയ്ത തെരച്ചിലിനെയും കണക്കിൽ കൂട്ടുന്നു. പിന്നെ ജനങ്ങൾ കൊടുത്ത ഭക്ഷണത്തിൻ്റെയും കണക്ക് സർക്കാർ കൂട്ടുന്നു. ജനങ്ങൾ കൊടുത്ത വസ്ത്രം, ഇനി നിങ്ങൾ വസ്ത്രവും കൊണ്ടുവരേണ്ട ഭക്ഷണവും കൊണ്ടുവരേണ്ട എന്ന് പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞു, അതിനെയും കണക്കിൽ കൂട്ടിയെടുത്തിരിക്കുന്നു. ഇതെല്ലാം ഒരു സർക്കാരിൻ്റെ കെടുകാര്യസ്ഥ തന്നെയാണ്. അത് തർക്കമറ്റ കാര്യമാണ്. അതാണ് മുൻ മേധാവി, ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മേധാവി ഒരു നിർദ്ദേശമായിട്ട് പറഞ്ഞത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കണക്ക്, ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രതീക്ഷിക്കുന്ന കണക്ക് ഒരു പ്രത്യേക പാക്കേജ് ആക്കി മാറ്റണമായിരുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി വന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഫസ്റ്റ് മെമ്മോറാണ്ടം എന്ന തരത്തിലെങ്കിൽ പോലും ഇതെല്ലാം തയ്യാറാക്കി കൊടുക്കണമായിരുന്നു. ഇതാണ് ഈ സർക്കാർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർക്കാരിനെ കേരളത്തിലെ ജനതയും അംഗീകരിച്ചേനെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി പോലും അന്തം വിട്ടുപോയേനെ. പക്ഷെ എന്ത് ചെയ്യാം, പിടിച്ച ബുദ്ധി തിരിച്ചു കിട്ടില്ലല്ലോ, കെട്ടുപോയ ബുദ്ധി തിരിച്ചു കിട്ടില്ല, ഒഴുകിപ്പോയ വെള്ളം തിരിഞ്ഞു വരില്ലല്ലോ. ഇതാണ് നമ്മുടെ സർക്കാരിൻ്റെ രീതിയും സമ്പ്രദായവും.